എല്ലാ പരിപാടി ഇന്ന് ജൂലൈ 19 എൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഹാപ്പി ബർത്ത്ഡേ. എന്താ നിങ്ങളൊക്കെ എങ്ങട്ടാ പോണേ? എന്തിന്? സ്കൂളിലൊക്കെ പോണം, ശനിയാഴ്ച അല്ലേ? കളക്ടർ ആണോ? സ്കൂൾ മാനേജ്മെന്റ് അല്ലേ വെച്ചത്? ശനിയാഴ്ച സ്കൂളിൽ പോകാൻ പാടുണ്ടോ? ശനിയാഴ്ച സ്കൂളിൽ പോകാൻ പാടുണ്ടോ? ആ ശരിക്കും നിങ്ങൾ ലീവ് എടുത്താണ്ട് പ്രതിഷേധിക്കണം. അതാണ് എന്റെ ഒരു അഭിപ്രായം. എന്താ എന്റെ അഭിപ്രായം? കളക്ടറായിട്ട് ഇതിന് എന്ത് ബന്ധം? ഒരു ബന്ധവും ഇല്ല. ബസ് ഇതേ വരുന്നു. ഇവരെ എല്ലാത്തിനും പെട്ടെന്ന് ബസ് കയറ്റി വിടണം, എന്നിട്ട് വേണം വീട്ടിൽ പോവാൻ. കൊയിലാസം വണ്ടി പോണ പറഞ്ഞ് കേറിക്കോ പോയിക്കോളെ മൂന്നും പോയിക്കോളെ. ഓക്കെ ബൈ. രാവിലെ തന്നെ ഇരുന്ന് ഹോട്ടൽ ട്രാൻസിൽവേനിയ 2 വല്യമ്മാൻ അമ്മായിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി തരുമോയെന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി വണ്ടി എടുത്തിട്ട് നേരെ അമ്മായിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോകുന്നത്. കാർ എടുത്തിട്ടാണ് പോകുന്നത്. കീയാണ് എടുത്തിട്ട് പോകുന്നത്. നേരെ അൺലോക്ക് ചെയ്തു. ഇനി വല്യമ്മാനകത്തേക്ക് കയറ്റണം. എവിടെ പോകുമ്പോഴും കൊണ്ടുപോകുന്ന സാധനമാണ് വാക്കർ. ഇത് ഡിസ്മാൻഡിൽ ചെയ്യാം. അങ്ങനെ വല്യമ്മാന സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് ആദ്യം കയറ്റി വെക്കുകയാണ്. ആദ്യം വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി വെക്കാം. ഡ്രസ്സും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചു. ഇനി വല്യമ്മാൻ്റെ വാക്കറും കയറ്റി വെച്ചു. ഇനി വല്യമ്മാനെ കയറ്റണം. വല്യമ്മാനെ വണ്ടി കയറ്റി. ഇനി നേരെ വണ്ടി കയറട്ടെ. വണ്ടിയിലേക്ക് കയറിയിരിക്കുക, അടയ്ക്കുക. നേരെ റിവേഴ്സിലിട്ടു. വണ്ടി ബാക്കിലേക്ക് എടുത്തു. അങ്ങനെ വല്യമ്മാനെ കൊണ്ടാക്കി വീട്ടിൽ തിരിച്ചെത്തി. ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. വല്യമ്മാനെ വീട്ടിലാക്കിയതിനു ശേഷം ഇനി പോകുന്നത് നേരെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ഉമ്മാനെ മൂത്തമ്മനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. എന്നിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോവാണ്. സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണിത്. എൻ്റെ മേമേൻ്റെ വീടാണ്. വെറൈറ്റി ഓഫ് ഫുഡുകൾ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ വന്ന് അധികം സംസാരിക്കാൻ നിന്നിട്ടില്ല, നേരെ ഫുഡിലേക്ക് നടന്നത്. മന്തി, നെയ്ച്ചോർ, പെരി പെരി അൽഫാം, ചിക്കൻ കറി, ഇത് മന്തിക്കറി, തൂമ്, ചമ്മന്തി, പിന്നെ സലാഡ്, പിന്നെ തൈര്. ഇത്രയും സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും കിടക്കുകയാണ്, ക്ഷീണിച്ച് കിടക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ രണ്ടുപേരുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഓക്കെ. ചോറ് കഴിട്ടത് ഒരാൾ നേരെ ഇരുന്നിട്ടുണ്ട്. ഇത് മൊത്തം കഴിക്കാൻ പോവാണോ? മുഴുവൻ കഴിക്കേ? അതെ ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഫുഡെല്ലാം കഴിച്ചു. നല്ല സൂപ്പർ ഫുഡ്, അടിപൊളി ഫുഡ് ഇറങ്ങി. അടിപൊളി ഫുഡ്, വേറെ ലെവൽ സാധനം. ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അല്ലല്ലോ, എന്താണ് പരിപാടി? എന്താണ് ഫുഡിനെ കുറിച്ച് അഭിപ്രായം? ഫുഡ് നല്ലതാണ്. ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പൊ ആദ്യം എന്നോടാണ് താങ്ക്സ് പറയാനുള്ളത്. ഇവിടെ എല്ലാ ഫുഡും സെർവ് ചെയ്ത്. ഏതാ ഗെയിം? കാറിന്റെ ഗെയിമാണ്. NFS ആണോ? NFS ആണോ അത്? പായസം കിട്ടി, ഒരു ഗ്ലാസ് ഇത് കുടിക്കാം. എല്ലാവരും ബൈ പറഞ്ഞ് ഇനി വീട്ടിലേക്ക് നേരെ യാത്ര ചെയ്തിരിക്കാം. അങ്ങനെ കോഴിക്കോട് യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി ഞങ്ങൾ നേരെ മിനിയൂട്ടിയിലേക്ക് യാത്ര ചെയ്തിരിക്കാൻ പോവാണ്. ഇന്ന് പാന കിട്ടിയിട്ടുണ്ട് കൂടെ. സാധാരണ ആളെ ഫ്രീ ആയിട്ട് കിട്ടാറില്ല. ലാസ്റ്റായിട്ട് ഞങ്ങൾക്ക് പുള്ളീനെ കിട്ടിയത് കോയമ്പത്തൂരിലേക്ക് പോയെന്നാണ്. അത് തന്നെ വീണ് കിട്ടിയ അവധിയായിരുന്നു. ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. ഇന്നെന്തായാലും കിട്ടി. ഇത്രയും ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ചിന്തയില്ലായിരുന്നു. ഇപ്പം ഞാനെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് പോകാൻ മുൻകീ ചെയ്തിട്ടുണ്ട്. മിനിയൂട്ടിയിലേക്കുള്ള കാർ യാത്രക്കിടയിൽ ഒരുപാട് ഭംഗിയുള്ള റൂട്ടിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും കൊണ്ടോട്ടി നഗരസഭയുടെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നഗരസഭയിലേക്ക് കടക്കുകയാണ്. അവിടെ തൊട്ട് റോഡുകളൊക്കെ വളരെ മോശമാണ്. എന്നിരുന്നാലും അതിമനോഹരമായിട്ടുള്ള യാത്രാനുഭവമാണ് മിനിയൂട്ടിയിലേക്കുള്ള റോഡുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മളെ വിഷമിപ്പിക്കുന്ന, വളരെ അധികം വിഷമിപ്പിക്കുന്ന റോഡിനെ അല്ല നാടിനെ, പ്രകൃതിയെ കാണുന്നതിരിക്കുന്ന ഒരുപാട് ക്രഷർ യൂണിറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സർക്കാർ എന്തുകൊണ്ട് ഇതിനൊക്കെ പെർമിറ്റ് കൊടുക്കുന്നു എന്നെനിക്കറിയില്ല. എന്തായാലും ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴുള്ള മിനിയൂട്ടി അല്ല ഇപ്പോഴത്തെ മിനിയൂട്ടി. വരുന്ന വഴിയിൽ ഒരുപാട് പാർക്കുകളായിട്ടുണ്ട്, ഒരുപാട് ഗാർഡനുകളായിട്ടുണ്ട്, ഒരുപാട് അഡ്വഞ്ചർ സ്പോട്ട് സ്ഥലങ്ങളായിട്ടുണ്ട്. മുൻപ് ഞങ്ങൾ വരുന്ന സമയത്ത് ആകെ ഒരു ട്രക്കിംഗ് സ്പോട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. സർപ്രൈസ് ആയിട്ട് കേക്ക് വാങ്ങിയിട്ടതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അതെ ആകാം. ഹലോ സാറേ, എപ്പോഴാണ് തുപ്പി വൃത്തികെട്ടവൻ? അവൾക്ക് എന്റെ കൈ തുപ്പി.
ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് മിനിയൂട്ടിയിലെ മിസ്റ്റി ലൈനിലാണ്. ഇവിടെ നമ്മൾ നേരെ ഗ്ലാസ് ബ്രിഡ്ജിലാണ് കയറാൻ പോകുന്നത്. 200 രൂപയുടെ ഗ്ലാസ് ബ്രിഡ്ജ് കത്തിയാണ്, എന്നാലും നമ്മൾ കയറാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മിസ്റ്റി ലൈനിലെ ഗ്ലാസ് ബ്രിഡ്ജിന് മുകളിലാണ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് തന്നെ ഞാൻ അപ്പർ റെക്കോർഡ് ചെയ്ത ഓഡിയോസൊന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഓവർ വോയിസ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ടുള്ള കാറ്റ്, സംഭവം ഭയങ്കര കത്തിയാണെന്നുണ്ടെങ്കിലും അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 3-4 തെങ്ങിൻ്റെ ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ സൈഡിൽ പോയി നിന്ന് താഴേക്ക് നോക്കുന്ന സമയത്ത് പേടി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഞാനിവിടെ ഒരു കൗതുകമുള്ള ഒരു കാഴ്ച കണ്ടു. ഒരാൾ ഒരു മോണോപോഡിന് മുകളിൽ വെച്ചിട്ട് ഒരു മൊബൈൽ വെച്ച് വീഡിയോ ചെയ്ത് കൊടുക്കുന്നു. 100 രൂപയാണ് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജ്. എന്തായാലും ആൾക്ക് മിനിമം ഒരു 50 കസ്റ്റമേഴ്സെങ്കിലും ഒരു ദിവസം ഉണ്ടാവും. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ 15ഓളം കസ്റ്റമേഴ്സ് അവിടെ വന്നു. അതായത് ഒരു ദിവസം 5000 രൂപ അയാൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഇപ്പോൾ പറഞ്ഞു, ഏതൊരു സ്കില്ലും എപ്പോഴും കച്ചവടമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. തിന്നാൻ തുടങ്ങി. ആശിയേ എന്താ പരിപാടി? ഓ ഡാർക്ക് സീന് വേറെ ലെവലാണല്ലോടാ. എങ്ങനെയുണ്ട് കേക്ക്? എങ്ങനെയുണ്ട് കേക്ക്? ഈ കൊല്ലാൻ വേണ്ടിട്ട് കിടക്കുക. ഇന്ന് രാവിലെ കലക്ടറെ കൊല്ലണം നാളെ പറഞ്ഞില്ലേ? മേത്തേക്കല്ലേ ഇവിടെ കേക്ക് അമ്മ സെറ്റപ്പ് ഇല്ല. പോടാ അവിടുന്ന് അമ്മ ഇങ്ങോട്ട് നോക്കൂ. യെസ്, കേക്ക് കുറിച്ചോണ്ടിരിക്കുന്നു. ഇയാളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താണ്? എന്നാ ഉള്ളിക്കോ. നോക്കിയാ ഇവിടെ നോക്കിയാ നമ്മുടെ മിനിയൂട്ടിനെ നാളെ വന്നു എൻജോയ് ചെയ്യുന്ന ആശി. എന്താ ആശി എനിക്ക് പറയാനുള്ള കാളകളെ കുറിച്ച്? അനക്കോ? 1 ലക്ഷം റുപ്യക്ക് 2 കാളകളെ, അതും എന്തിന്റെ സിമെന്റിന്റെ കാളകളെ വാങ്ങിയത്. 1 ലക്ഷം റുപ്യക്ക് 1 ലക്ഷം റുപ്യക്ക് ഒറിജിനൽ കാള വാങ്ങാൻ കിട്ടൂലേ? അത് വാങ്ങിച്ചാ പോരെ. ചാരിറ്റി കൂടെ ഡൊണേറ്റ് ചെയ്യും. പോടാ. അതാരാണ്? അന്റെ ആൻസിസ്റ്റർ ആണോ? അന്റെ ആൻസിസ്റ്റർ ആണോ ആശി? അതാരാണ് ആശി? അത് ആശി അതാണത്? ആരാണത്? അന്റെ ആരാണ്? അന്നെ കാണാൻ അതേപോലെ ഉണ്ടല്ലോ അതിനെ കാണാന്. അതിനെ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ആശി അന്നെ കാണാൻ അതിനെ പോലെ ഉണ്ടല്ലോ. ഇജാതല്ലേ? ഇജാതാണ്. ടോപ്പുകളുണ്ട്, അതേപോലെ അണ്ടർ വാട്ടർ ടണൽ, 16D സിനിമ, മിറർ ഹൗസ്, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ. പിന്നെ മുകളിലേക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. അങ്ങോട്ടൊന്നും ഞങ്ങൾ പോണില്ല തൽക്കാലം. അങ്ങനെ നമ്മൾ മിസ്റ്റി ലാൻഡിനോട് വിടർന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകണം. മിസ്റ്റി ലാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നിട്ടുള്ളത് ഒറിജിനൽ മിനിയൂട്ടിയിലേക്കാണ്. ഇവിടെ ആയിരുന്നു ഞങ്ങൾ മുമ്പൊക്കെ വന്നിരുന്നത് മിനിയൂട്ടി എന്ന് പറയുന്നത്. ഇവിടെ ട്രക്കിങ്ങിനുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. ഇവിടെ റബ്ബർ കൃഷി ആയിട്ടുണ്ട്. താഴെയൊക്കെ ഒരു കാലത്ത് ഇവിടെ മൊത്തം പയർ മാത്രമായിരുന്നു. പിന്നെ ഇതിന് മുകളിലേക്കാണ് ഈ ഒരു ട്രക്കിംഗ് സ്പോട്ട്. ഇവിടെ ഇങ്ങനെ കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ് ഈ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ കഴിയും. ഇനി നമ്മൾ നേരെ അത് കയറാൻ പോവാണ് എല്ലാവരും കൂടെ കൂടിയിട്ട്. എന്നാൽ അതാ കയറിത്തോളം. എങ്ങനെ ഉണ്ടാവും അറിയില്ല. കുറേ കാലമായി വൈക്ക് വന്നിട്ട് ഇവിടെ അധികം ആൾക്കാരൊന്നും ഇപ്പോൾ വരലില്ല. അവിടെ മിസ്റ്റി ലാൻഡൊക്കെ വന്നതിന് ശേഷം. എന്നാലും മുമ്പാണെന്നുണ്ടെങ്കിൽ ഫുൾ ആൾക്കാരും ഇങ്ങോട്ട് മാത്രമായിരുന്നു വന്നിരുന്നത്. കേരളം കുറച്ച് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ശ്രമകരമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് എങ്ങനെയൊക്കെയോ സേഫ് ആയിട്ടുള്ള ഭാഗത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോയി നോക്കാം. മുകളിലേക്ക് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ അവിടെ വലിയൊരു പാറയുണ്ട്. അങ്ങോട്ട് പോകണമെങ്കിൽ വെപ്പതേ കയറി വരുന്നുണ്ട്. അയ്യോ ഹലോ പാ കൊയങ്ങോ? അമ്മ കയറിയേക്കുമാ. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഒട്ടുമിക്ക ഭാഗത്ത് സ്റ്റെപ്പ് ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആശി അഭിയൊക്കെ അതാ അങ്ങോട്ട് മുകളിലേക്ക് വന്ന് ഇവിടെ താഴേക്ക് നോക്കുന്ന സമയത്ത് വലിയൊരു വ്യൂ നമുക്ക് കാണാം. അടിപൊളി വ്യൂ ആണ്. സൂപ്പർ സ്ഥലം. കയറിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പാടാണ് കയറാൻ. ഭയങ്കര കഷ്ടപ്പാടാണ്. കത്തി ഈ പാറ ഇനി കയറി പോകണം. ഇടയിലൂടെ ഗ്യാപ്പിലൂടെ കയറി നോക്കാം. ഹലോ. നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ കാണാം. ഇവിടെയൊക്കെ ആയിരുന്നു ആദ്യം ഒരുപാട് ആൾക്കാർ വന്നിരുന്നു.
അപ്പോൾ ആൾക്കാരൊക്കെ വരൽ തുടങ്ങി. അപ്പോൾ അവിടെ മിസ്റ്റി ലാൻഡിലൊക്കെയാണ് ആൾക്കാർ പോകാറുള്ളത്. കൊയ്ങ്ങി പയർ ചെടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു തരം കാട്ടുപയറാണ് മൊത്തം. എങ്ങനെയുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ആശിയെ? അമ്മ ഇങ്ങോട്ട് കയറുക. ഇവിടെ നല്ല കാറ്റുള്ള അടിപൊളി സ്ഥലമാണ്. മിസ്റ്റി ലാൻഡിൽ 200 രൂപ കൊടുത്ത് പോകുന്നതെല്ലാം എപ്പോഴും ഇവിടെ കയറുന്നതാണ്. നല്ല സൂപ്പർ വ്യൂട്ടും നല്ല കാറ്റും അടിപൊളിയായിരിക്കും. നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും കിട്ടുക. പക്ഷേ സൗണ്ട് ഒന്നും നിങ്ങൾക്ക് കേൾക്കില്ല, അത്രക്കധികം കാറ്റാണ് ഇവിടെ. എന്താണ് അവിടെ ഉള്ളത് ആശി പറ? അങ്ങോട്ട് കുറേ വഴിയൊക്കെ ഉണ്ട്, ഇതിൽ നടക്കാൻ നല്ല രസമുണ്ട്. കുറേ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലം. ഇവിടെയാണ് നിങ്ങൾ വരേണ്ടത്, അല്ലാണ്ട് മിസ്റ്റി ലാൻഡിലൊന്നുമില്ല. ഇവിടെയൊക്കെ മാത്രം വരാൻ പാടുള്ളൂ. അല്ലേ ആണ്. അടുത്ത കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മടങ്ങാണ്. ഇനി താഴേക്ക് ഇറങ്ങാം. ഇങ്ങോട്ടോക്കെ പേടിയുണ്ടോ? ഇങ്ങോട്ടോക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അല്ലേ എന്താ പേടിയുണ്ട്? വെരി ഗുഡ്. ഇറങ്ങി ഏകദേശം താഴെ എത്താനായി. താഴെ കടകളൊക്കെ കാണാൻ കഴിയും. കടകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഫുൾ സോളാർ എനർജിയിൽ മാത്രമാണ്. ഇവിടേക്ക് കറണ്ടിൻ്റെ എനർജികൾക്ക് എന്തായാലും കിട്ടൂല. കാരണം വെച്ച് കെട്ടിയിട്ടുള്ള ഷെഡുകളാണ് എന്നുള്ളതുകൊണ്ട് എന്തായാലും കറണ്ട് കണക്ഷൻ കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ഫുൾ സോളാറിൽ മാത്രമാണ് ഈ ഷോപ്പുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇനി ഇങ്ങോട്ട് വരിക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വെളിച്ചമൊന്നുമില്ല. എന്തായാലും അവൻ്റെ മുകളിലേക്ക് കയറുന്നതിൻ്റെ അത്ര എളുപ്പമല്ല താഴേക്ക് ഇറങ്ങാന്ന് പറയുന്നത്. കാരണം താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വഴുക്കുന്നുണ്ട്. ഇവനാണ് ഫസ്റ്റ് ഇറങ്ങിയ ആള്. തൊട്ട് ബാക്കിൽ ഞാൻ ഇറങ്ങി, ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. അതൊക്കെ മുകളിലാണ്. ഇതാ ഇവരെല്ലാവരും ഇറങ്ങാൻ പോവാണ്. അനിയന്മാരും മീപ്പിയൊക്കെ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങി വരുന്നു. ഇപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കരമായിട്ട് വഴുക്കലുള്ള സ്ഥലമാണ്. ഫുൾ ചളിയാണ്. ഫുൾ ചളിയുള്ള കൈ. എങ്ങനെയുണ്ട്? ഇതിന് അടിപൊളി കഴിഞ്ഞോ? ആരും വീണില്ല. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ടോപ്പാണ്. രണ്ടാമത്തെ തവണ ഞാൻ എവറസ്റ്റ് കയറി. ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇറ്റ്സ് വെരി ഹാർഡ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇറങ്ങിയാൽ എല്ലാവരും കൂട്ടിയിട്ട് ചായ അടിക്കാൻ പോവാണ്. എന്ത് കിട്ടുന്ന അറിയില്ല. അതെ ഞാൻ വാങ്ങി തരണ. ഉള്ള ഷോപ്പുകളൊക്കെ പവർ ചെയ്തിട്ടുള്ള സോളാർ എനർജിയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഫുൾ സോളാർ പവറാണ്. ഒരുപാട് കടകളുണ്ട്. ഇവിടെ ഒരു കാലത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾക്കാർ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും മിസ്റ്റി ലാൻഡിലേക്കാണ് പോകുന്നത്. ഇവിടേക്ക് അധികം ആൾക്കാരും വരുന്നില്ല. ഇവിടെ മുമ്പ് വന്ന് പരിചയമുള്ളവർ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. ലൈറ്റിംഗ് കൊണ്ട് വർഷത്തിൽ നോക്കിയിട്ടുണ്ട്. അതേപോലെ കുറേ കടികളുണ്ട്. അഭി എന്തൊക്കെ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഓരോരുത്തരും ഓരോന്നെടുക്കുന്നു. ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സമൂസ എടുത്ത് ഓരോരുത്തരും ഓരോ ഐറ്റംസ് എടുത്തു. ഇവരത് എല്ലാവരും ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. എന്തായാലും പേര് അതെ ചേട്ടൻ നല്ല ചായയും കടികളും കാര്യങ്ങളൊക്കെ എല്ലാവരും വെച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകണേ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൊട്ടുകര സ്കൂളിൻ്റെ അടുത്തുള്ള കോടങ്ങാട് കഫേയിൽ തിരിഞ്ഞാണ്. കഫേയിൽ ഫുഡൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി. അതെ ഞങ്ങളിത് നടന്നു വരുന്നതൊക്കെ കൊട്ടുകര സ്കൂളിൻ്റെ അടുത്ത് റോസിയ എന്ന് പറയുന്ന ഒരു പുതിയ കൺവെൻഷൻ സെൻറ്റർ ഭയങ്കര 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ളതാണ് എന്നാണ് പറയുന്നത്. പുതിയതായിട്ട് വന്നതാണ്. ഞങ്ങൾ ഇവിടെ പഠിക്കുമ്പോഴൊക്കെ ഇതിന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ എന്തായാലും അദ്ദേഹം ഇങ്ങനെ കാണാൻ കഴിയും ചെറിയ തോതിലൊക്കെ. അവിടെ അത് നടക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോട്ടലുണ്ട് അപ്പുറത്ത്. അവിടേക്ക് പോവാണ്. ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ ഹോട്ടൽ. അങ്ങോട്ട് നടന്നു പോകാം. എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ്റെ ഹോട്ടലുണ്ടാവും എന്ന് വിചാരിച്ചാണ് അവിടെ നിന്ന് നടന്നത്. പക്ഷെ അവിടെ ഇല്ല ഗൈസ്. ഞാൻ 4 കൊല്ലം മുമ്പ് വരുന്ന സമയത്ത് അവിടെ ഹോട്ടലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്ന സമയത്ത് അവിടെ ബിൽഡിങ്ങും ഇല്ല, ഹോട്ടലും ഇല്ല. എന്തായാലും ഡിസപ്പിയർ ആയിരിക്കുകയാണ്. ഈ അടുത്ത സ്ഥലമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അടുത്ത സ്പോട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ തെരഞ്ഞ് നമ്മൾ കൊണ്ടോട്ടിയിൽ ദോശ ഹബ്ബ് എന്ന് പറയുന്ന ഷോപ്പിൽ ദോശ കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി അങ്ങോട്ട് പോകാം. ആണ് ഷോപ്പ്. ഇവിടെ കയറിയിട്ടാണ് നമ്മൾ ദോശ കഴിക്കാൻ പോകുന്നത്. കയറി നോക്കാം. സെറ്റപ്പ് ഉണ്ട് തോന്നുന്നു. ആവശ്യത്തിന് കുഴപ്പമില്ല. റേറ്റ് വരുന്നത് എല്ലാവരും ഓരോരോ പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തു. ഇവിടെ 2 പേര് മസാല ദോശ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു. ഇവൻ നെയ് റോസ്റ്റ് ഓർഡർ. ഞാൻ പിന്നെ മസാല ദോശ വടയും ഓർഡർ ചെയ്തു. വെള്ളം പോകണമെന്ന് വെച്ചിട്ടുണ്ട്. ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നെയ് റോസ്റ്റുകൾ എല്ലാവരും അവിടെ ദോശ ഇതെല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം. എല്ലാം ഒന്ന് കഴിച്ചിട്ട് പറയാം അഭിപ്രായം. ആശി എങ്ങനെയുണ്ട് ദോശ? പറയ് എങ്ങനെയുണ്ട് ഇപ്പോൾ ദോശ? സൂപ്പർ ദോശ. ടേസ്റ്റുള്ള ദോശയാണ്. 3 കറികളുണ്ട്. 2 തരം ചട്നി, ഒരു സാമ്പാർ, പിന്നെ ഒരു വടയുണ്ട്. നല്ല രസം. സൂപ്പർ പറയുന്ന ഷോപ്പിൽ കയറിയിട്ട് ഇപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി തന്നത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. ഇവനാണ് സെലക്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ഇപ്പം ഫണ്ടിങ് ഈ ബർത്ത്ഡേക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ്. താങ്ക് യു. പിന്നെ എല്ലാവരുടെയും വിഷുകൾക്ക് വളരെ നന്ദിയുണ്ട്.